ഭക്തനാണ് പോലും പാതയായകത്തു വരൂ. അവസ്ഥയിലായി ഇപ്പൊ എന്നെ പാട്ട് പാടിയെന്നല്ലേ ഞാൻ പറയാം. അത് ഇന്ന് ഞാൻ രാവിലെ എനിക്കൊരു വർക്ക് കോട്ടയത്ത് കൊടുക്കാനുണ്ടായിരുന്നു. കൊടുത്തു കഴിഞ്ഞ് പരുത്തുംപാറ കഴിഞ്ഞ് പഞ്ചിക്കാടമ്പലത്തിലോട്ട് ഒന്ന് പോയി. അവിടെ സംഗീതോത്സവം നടക്കുകയാണല്ലോ. അപ്പം ഞാൻ വന്ന വഴിക്ക് നേരെ അമ്പലത്തിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെല്ലാം ഉണ്ട് അമ്പലത്തിലേക്ക്. അപ്പം ഞാൻ ജീൻസ് ആയിരുന്നു. എടാ നീനാണ് അമ്പലത്തിൽ ജീൻസ് ആക്കിയിട്ടുണ്ട്. ഓക്കെ എടാ ഞാനിപ്പോൾ ഒരു വർക്ക് കൊടുക്കുകയാണ്, അത് ഞാൻ ഒന്ന് കണ്ട് ഇട്ട് പോയേക്കാന്ന് വെച്ച് വന്നതാണ്. അത് കഴിഞ്ഞ് അടുത്തയാൾ ഈ ഡ്രസ്സിലൊക്കെയാണോ അമ്പലത്തിലോട്ട് വരുന്നത്? എടാ അതല്ല വേറെ കേസ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് എല്ലാം കഴിഞ്ഞ് കുറച്ച് പേരൊക്കെ സംഘടിപ്പിച്ച് എങ്ങനെയൊക്കെ പരാതിയൊക്കെ പറഞ്ഞ് ഞാൻ പയ്യെ നോട്ടിൽ പോയി അവിടെ തൊഴുത് അവിടെ പോയി കുറേ നേരം കച്ചേരിയൊക്കെ കേട്ട് അങ്ങനെ ഇരുന്ന് ഞാൻ എനിക്ക് അവരുടെ മോഹം ഓർത്താന്ന് വെച്ചാൽ ഇവനൊക്കെയാണോടാ ഭക്തൻ എന്നുള്ളൊരു ലൈനിൽ എനിക്ക് തോന്നി. ഇപ്പം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭക്തിയുടെയും ക്ഷേത്രത്തിൻ്റെയൊക്കെ ഇത് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിതെല്ലാം കണ്ട് കുറേ നേരം ഇരുന്ന് വെളിയിലോട്ട് വന്ന് സ്റ്റെപ്പ് കയറി വെളിയിലോട്ട് വന്നപ്പോഴത്തേനാണ് എൻ്റെ ഒരു 10,500 രൂപ 1,550 രൂപ കറക്റ്റ് വിലയുള്ള ചെരുപ്പ് ഏതോ ഒരു മുണ്ടൊക്കെ കൊടുത്ത് കുറിയൊക്കെ തൊട്ട് നല്ല ഷർട്ടൊക്കെ ഇട്ട് വന്ന ഭക്തൻ അടിച്ചുകൊണ്ട് പോയി. ഇതാണ് അവസ്ഥ. ഞാനെന്നിട്ട് ചെരുപ്പില്ലാതെ വീട് വരുന്നു. അതാണ് ഭക്തൻ. വിധിയാണ് മക്കളെ, വിധി ഭക്തനാണ് പോലും ഭക്തൻ.